ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 2023 മാർച്ച് മാസം 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി പഠിക്കുന്നത് ഫിഫ അവാർഡ്സ് 2023 വിവരങ്ങളാണ്. 2023 ഫിഫ അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്. അപ്പോൾ ലയണൽ മെസ്സി ഏത് രാജ്യത്തെ പ്രദാനം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അർജന്റീനയാണ്. അർജന്റീന. അടുത്തത് മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ 2023 ഫിഫ അവാർഡ്സിൽ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് അലക്സിയ പുട്ടെല്ലാസിനെയാണ്. അപ്പോൾ അലക്സിയ പുട്ടെല്ലാസ് എന്ന് പറയുന്നത് സ്പെയിനിന്റെ ഫുട്ബോൾ താരമാണ്. അലക്സിയ പുട്ടെല്ലാസ്. മികച്ച ഗോൾ കീപ്പർ പുരുഷ വിഭാഗം അല്ലെങ്കിൽ പുരുഷ വിഭാഗത്തിലെ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് എമിലിയാനോ മാർട്ടിനസിനെയാണ്. അപ്പോൾ പുരുഷ വിഭാഗത്തിലെ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിനെയാണ്. വനിതാ വിഭാഗത്തിൽ അല്ലെങ്കിൽ മികച്ച ഗോൾ കീപ്പറായിട്ട് വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്തത് മേരി ഇർബ്സ് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ താരമാണ്. ഓർത്തു വയ്ക്കുക, മേരി ഇർബ്സ് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ താരമാണ്. ഇക്കഴിഞ്ഞ വനിതാ വേൾഡ് കപ്പിൽ ഗോൾഡൻ ഗ്ലൗ നേടിയത് ഈ മേരി ഇർബ്സ് ആണ്. അതുപോലെ ഇക്കഴിഞ്ഞ പുരുഷ ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഗോൾഡൻ ഗ്ലൗസ് നേടിയത് ഈ എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇത് രണ്ട് പേരുകൾ ഓർത്തു വെച്ചേക്കുക. ഫിഫ അവാർഡ്സ് 2023 മികച്ച പരിശീലകനായിട്ട് തിരഞ്ഞെടുത്തത് ലയണൽ സ്കലോണിയാണ്. അപ്പോൾ ലയണൽ സ്കലോണി എന്ന് പറയുന്നത് അർജന്റീനയുടെ കോച്ചാണ്, അല്ലെങ്കിൽ മികച്ച പരിശീലകനായിട്ട് തിരഞ്ഞെടുത്തത് ലയണൽ സ്കലോണി അർജന്റീനയുടെ പരിശീലകനാണ്. ഒന്നാമത്തെ ചോദ്യം, ക്ലബ് ഫുട്ബോളിൽ 700 ഗോൾ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരം. അപ്പോൾ ക്ലബ് ഫുട്ബോളിൽ 700 ഗോൾ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ താരം ലയണൽ മെസ്സിയാണ്. അപ്പോൾ 700 ഗോൾ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ക്ലബ് ഫുട്ബോളിൽ 700 ഗോൾ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. അടുത്ത്, ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം RRR അല്ലെങ്കിൽ RRR ആണ്. ഏത് അവാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം. അപ്പോൾ ഏതിൻ്റെയാണ്? ഹോളിവുഡ് ക്രിട്ടിക്സ് അസോസിയേഷന്റെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് RRR എന്ന ചിത്രമാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, ഒസ്മാനാബാദ് എന്നീ നഗരങ്ങളെ പുനർനാമകരണം ചെയ്തത് ഏത് പേരുകളിലാണ്? അപ്പോൾ ഔറംഗാബാദിന്റെ പുതിയ പേരാണ് സാംബാജി നഗർ. അപ്പോൾ ഔറംഗാബാദിന് നൽകിയ പുതിയ പേരാണ് സാംബാജി നഗർ. അതുപോലെ ഒസ്മാനാബാദിന് നൽകിയ പുതിയ പേരാണ് ധാരാശിവ്. ഓർത്തിരിക്കുക. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, ഒസ്മാനാബാദ് എന്നീ നഗരങ്ങളുടെ പേര് മാറ്റി എന്തൊക്കെയായിട്ടാണ് മാറ്റിയത്? ഔറംഗാബാദിന്റെ പേര് സാംബാജി നഗർ എന്നും ഒസ്മാനാബാദിന്റെ പേര് ധാരാശിവ് എന്നുമാണ് മാറ്റിയത്. അടുത്ത ചോദ്യം, മാധവ കവിയുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവമുദ്ര സാഹിത്യ പുരസ്കാരം നേടിയതാര്? അപ്പോൾ ആരുടെ പേരിലാണ്? മാധവ കവിയുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവമുദ്ര പുരസ്കാരം അല്ലെങ്കിൽ മാധവമുദ്ര സാഹിത്യ പുരസ്കാരം നേടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. രണ്ട് അവാർഡ് ഒന്നിച്ചാണ് പ്രഖ്യാപിച്ചത്. 2021 നേടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായരും 2022 നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. ഒന്നുകൂടെ പറയാം, മാധവ കവിയുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവമുദ്ര സാഹിത്യ പുരസ്കാരം നേടിയത്, അപ്പോൾ 2021 നേടിയത് പ്രൊഫസർ വി മധുസൂദനൻ നായരും 2022 നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. അടുത്ത ചോദ്യം, അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിത. ആ വനിതയുടെ പേരാണ് രശ്മി ശുക്ല. അപ്പോൾ ഒന്നുകൂടി, അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറലായ വനിത അല്ലെങ്കിൽ ഡയറക്ടർ ജനറലായി നിയമിതയായ വനിതയാണ് രശ്മി ശുക്ല. അതൊരു വനിത ആയതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം, പിന്നെ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം എന്നിവ നേടിയത് സി രാധാകൃഷ്ണനാണ്. അപ്പോൾ ഏതൊക്കെ പുരസ്കാരമാണ്? കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരവും മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരവും നേടിയത് സി രാധാകൃഷ്ണനാണ്. അദ്ദേഹം നോവലിസ്റ്റാണ്. ഓർത്തിരിക്കുക, ഏതൊക്കെ പുരസ്കാരം നേടിയതാണ്? വൈഷ്ണവം സാഹിത്യ പുരസ്കാരവും മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം എന്നിവ നേടിയത് സി രാധാകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, പരീക്ഷാക്കാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ കൗൺസിലിംഗ് സംവിധാനം ഏത്? അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടി, പരീക്ഷാക്കാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ കൗൺസിലിംഗ് സംവിധാനത്തിന്റെ പേരാണ് മനോദർപ്പണം.
ഇപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം, പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ കൗൺസിലിംഗ് സംവിധാനത്തിന്റെ പേരെന്താണ്? ഉത്തരം മനോ ദർപ്പൺ. അടുത്ത ചോദ്യം, യൂസഫ് അലി കേച്ചേരി പുരസ്കാരം നേടിയത് ഡോക്ടർ കെ എസ് മേനോൻ. അപ്പോൾ യൂസഫ് അലി കേച്ചേരി പുരസ്കാരം നേടിയത് ഡോക്ടർ കെ എസ് മേനോൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സുന്ദരം. പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി, യൂസഫ് അലി കേച്ചേരി പുരസ്കാരം നേടിയത് ഡോക്ടർ കെ എസ് മേനോൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സുന്ദരം. അടുത്ത ചോദ്യം, മഞ്ചേരി കലാസാഹിത്യ കലാവേദിയുടെ സാഹിത്യ മഞ്ചേരി പുരസ്കാരം നേടിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. അപ്പോൾ ഒന്നുകൂടി, മഞ്ചേരി കലാസാഹിത്യ കലാവേദിയുടെ സാഹിത്യ മഞ്ചേരി പുരസ്കാരം നേടിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് മാധവ് കൗശികിനെയാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് മാധവ് കൗശികിനെയാണ്. പുതിയ വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ. അപ്പോൾ പുതിയ വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ. മലയാളം ഭാഷാ കൺവീനറായിട്ട് കെ പി രാമനുണ്ണിയെയും തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്നുകൂടി, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് മാധവ് കൗശികിനെയാണ്. പുതിയ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് കുമുദ് ശർമ്മയെയാണ്. മലയാളം ഭാഷാ കൺവീനറായിട്ട് തിരഞ്ഞെടുത്തത് കെ പി രാമനുണ്ണിയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനലിൻ്റെ ഉള്ളടക്കം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ചാനലിൻ്റെ വിവരങ്ങൾ എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്